കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനാ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്നു. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. വചനമെന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവം പകരുന്ന പകർച്ചയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ വചനമെന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പിതാവാം ദൈവത്തെ ആരാധിക്കണം. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നത് നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ, നമ്മുടെ സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ, വ്യർത്ഥവും പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നും കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അങ്ങനെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ വണ്ണം വിശ്വസിപ്പാനും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനും ദൈവം നമുക്ക് കൃപ നൽകി. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അന്ത്യകാലത്തിൽ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചനത്തിൻ്റെ നിവൃത്തി നമ്മുടെ പട്ടണങ്ങളിലും ദൈവത്തിൻ്റെ ആത്മപകർച്ച ദൈവം നൽകിയപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ മേലും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുവാൻ നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പാപമോചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി കർത്താവ് പക്ഷവാദം ചെയ്യുന്നു. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം പിതാവാം ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന മതിയായി. ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കീഴിൽ നമുക്കായിരിക്കുവാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശിഷ്യന്മാരെ നോക്കി കർത്താവ് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പിതാവിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനമൊരുക്കിയതിനന്തരം മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് കർത്താവ് ശ്രേഷ്ഠതയേറിയ ഒരു വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം ഇന്ന് നമുക്ക് വിശ്വസിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. കാത്തിരിക്കുവാൻ തക്കവണ്ണം, ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ കാത്തിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന പ്രത്യാശയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഹല്ലേലൂയ. ഇപ്രകാരമുള്ള ശ്രേഷ്ഠതയേറിയ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നമുക്ക് നോക്കാം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഹല്ലേലൂയ. നമുക്ക് ഇപ്രകാരം ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരവും തിരശീലയ്ക്കപ്പുറത്തേക്ക് നിത്യതയിൽ ദൈവത്തോടു കൂടെ വാസം ചെയ്യുവാൻ തക്കവണ്ണം പ്രവേശനം ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നതിനാലും നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ദൈവവചനത്തിലൂടെ ഹല്ലേലൂയ രക്ഷയുടെ ഉറപ്പ് നമുക്ക് പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നീതീകരണം ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത് കാണുവാനും അറിയുവാനും വിശ്വസിപ്പാനും ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ശിക്ഷാവിധിയിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിപ്പാൻ ഒരുക്കിയ ക്രൂശിലെ മഹിമ കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു. ഗ്ലോറി ടു. ഇത്രത്തോളം സഹായിച്ചു.
ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നാം പുനരുദ്ധാനം പ്രാപിക്കേണ്ടുന്നതിന് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ ക്രിസ്തു മൂന്നാം ദിവസം എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിച്ചത് നമുക്ക് കൂടി അവകാശമാക്കുവാനുള്ളതെന്ന് വിശ്വാസത്താൽ അത് അവകാശമാക്കാൻ കഴിയുമെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതീകരണത്തിലൂടെ നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ നമുക്കും വിശ്വാസത്താൽ അവകാശം പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നിന്ന് താഴേക്ക് നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇവിടെ അനുസരണക്കേടിനാൽ വന്ന ശിക്ഷാവിധിയും അനുസരണത്താൽ ലഭിച്ചിരിക്കുന്ന നീതീകരണവും. ഹല്ലേലൂയ. ശിക്ഷ നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടുന്നതും നീതീകരണം നിത്യമായ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്നതുമാണ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ ഏകലംഘനത്താൽ എന്നവിടെ പറയുന്നത് ഏദൻ തോട്ടത്തിൽ ആദാം എന്ന ഏകന്റെ ലംഘനത്താൽ ആദാമിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെട്ട സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. അങ്ങനെ ഏകന്റെ അനുസരണക്കേടിനാൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ, ഇവിടെ പറയുന്ന ഏകനീതി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തമുണ്ടായ നീതി. യേശുക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന നീതി എന്താണ്? ന്യായപ്രമാണത്തെ പൂർണ്ണമായും യേശു അനുസരിച്ചത് കൊണ്ട് ആ അനുസരണത്താൽ നീതീകരണം സംഭവിച്ചിരിക്കുന്നു. ആ അനുസരിച്ച യേശുക്രിസ്തു മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തു? മരണത്തെ ജയിച്ച് പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ ഏകന്റെ അനുസരണക്കേടിനാൽ ഉണ്ടായ ശിക്ഷാവിധിയിൽ നിന്ന്, നിത്യനരകമെന്ന ശിക്ഷാവിധിയിൽ നിന്ന് ഏകന്റെ അനുസരണത്താൽ നിത്യജീവനിലേക്കുള്ള നീതീകരണം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ നീതീകരണത്തിൽ വിശ്വസിപ്പാൻ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം. അപ്പൊ നീതീകരണം ലഭിച്ച ഒരു വ്യക്തിക്ക് എന്തിലേക്കുള്ള കാരണം അവനുണ്ടാകുന്നു? നിത്യജീവന് കാരണമായ നീതീകരണമാണ്. ഗ്ലോറി ടു ഗോഡ്. ജീവന് കാരണമായ നീതീകരണം. എന്ത് ജീവന് കാരണമായ നീതീകരണം? നിത്യജീവന് കാരണമായ നീതീകരണം ഞാൻ ക്രിസ്തുവിൽ കണ്ടു. പരിശുദ്ധാത്മാവ് എന്നെ അത് കാണിച്ചു തന്നു. അത് വിശ്വസിപ്പാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ യേശുക്രിസ്തു എനിക്ക് പകരമായി ആ ശിക്ഷ ഏറ്റെടുത്ത ക്രൂശ് മരണത്തെ കാണുവാനും വിശ്വസിപ്പാനും ദൈവം ഇടയാക്കിയപ്പോൾ എനിക്ക് രക്ഷയെ അവകാശമാക്കുവാൻ കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. ഹല്ലേലൂയ. അങ്ങനെ നീതീകരണവും ദൈവത്തിൻ്റെ ദാനമത്രേ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. സൗജന്യമായത്രേ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? നീതീകരിച്ചിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പോൾ നമുക്ക് പകരം ക്രിസ്തു എന്ത് ചെയ്തിട്ടുണ്ട്? ഹല്ലേലൂയ, മരിച്ചു. അതുപോലെ തന്നെ ന്യായപ്രമാണത്തിന്റെ നിവൃത്തി ക്രിസ്തു എന്ത് ചെയ്തു? നിവർത്തിച്ചത് കൊണ്ട് ഗ്ലോറി ടു ഗോഡ് നമ്മുടെ നിത്യജീവൻ ക്രിസ്തുവേശുവിലൂടെ നമുക്ക് സൗജന്യമായിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, രക്ഷ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു. നീതീകരണം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു. ശുദ്ധീകരണം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു. അല്ലെ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ഗ്ലോറി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? എഴുതുകയും മാത്രമല്ല, എഴുതപ്പെട്ട ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം സൗജന്യമായിട്ട് എന്ത് ചെയ്യുന്നു? തരുന്നു. രക്ഷ കൊണ്ട് മാത്രം നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്നും, നീതീകരണം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുകയില്ല എന്നും
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കാത്ത പക്ഷം ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ നമുക്ക് സാധ്യമല്ല. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല എന്ന് പറയുമ്പോൾ നിത്യമായി ദൈവത്തോട് അവകാശം പ്രാപിച്ച് നിത്യതയിൽ വാഴുവാൻ വസിക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ജനം പ്രാപിച്ചിരിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ നിത്യജീവൻ. അപ്പോൾ രക്ഷയും നീതീകരണവും ശുദ്ധീകരണവും നമ്മുടെ ജീവിതത്തിൽ സൗജന്യമായിട്ടൊക്കെ ദൈവം നമുക്ക് നൽകുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുവാൻ തക്കവണ്ണം നമ്മൾ വില കൊടുക്കണം. രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് വില കൊടുത്തു, നീതീകരണത്തിന് വേണ്ടി കർത്താവ് വില കൊടുത്തു. എന്നാൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. നമ്മൾ വില കൊടുക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അധിവസിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായി ദൈവസഭയും ദൈവജനവും എന്ത് ചെയ്യണം, പണിയപ്പെടണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മന്ദിരത്തിൽ വസിച്ചാൽ മാത്രമേ അത് ദൈവത്തിൻ്റെ മന്ദിരമാവുകയുള്ളൂ. ദൈവമില്ലാത്തത് ദൈവത്തിൻ്റെ മന്ദിരമല്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുവാൻ തക്കവണ്ണം നമ്മൾ രൂപാന്തരപ്പെടുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ അധിവസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മിൽ അധിവസിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദാവീദ് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയും, ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, സ്ഥിരമായ ഒരു ആത്മാവിനെ നീ എന്നിൽ പുതുക്കണമേ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ, സ്ഥിരമായ ഒരു ആത്മാവിനെ, ഗ്ലോറി ടു ഗോഡ്, ദൈവം എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. എന്നേക്കും കൂടെ ഇരിക്കുവാൻ. ദാവീദ് എന്തുകൊണ്ടാണ് സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് പറഞ്ഞത്? തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാപം നിമിത്തം താൻ ഭയപ്പെടുകയാണ്. ആരെ കണ്ടാണ് താൻ ഭയപ്പെട്ടത്? ശൗലിനെ കണ്ട് താൻ ഭയപ്പെടുകയാണ്. ശൗലിന്റെ മേൽ ഒരു കാലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തിരുന്നു? അധിവസിച്ചിരുന്നു എന്നും ദൈവത്തിന്റെ വചനങ്ങൾ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അനുസരിക്കാത്തത് നിമിത്തം ശൗലിന്റെ മേൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച മാറ്റപ്പെട്ടപ്പോൾ ശൗലിന്റെ മേൽ ദുരാത്മാവിന്റെ പകർച്ച വന്നത് ദാവീദ് കണ്ടിട്ടുണ്ട്. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ഈ ദുരാത്മാവ് അവനെ വിട്ടുപോവുകയും ദാവീദ് കിന്നരം വായിക്കുന്നത്, ആരാധിക്കുന്നത് നിർത്തുമ്പോൾ ശൗലിന്റെ മേൽ ദുരാത്മാവ് ആവഹിക്കപ്പെടുന്നതും ദാവീദിനെ കൊന്നുകളയേണ്ടുന്നതിന് ശൗലിന്റെ മേൽ വ്യാപരിച്ച ദുരാത്മാവ് പദ്ധതിയിടുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അനുഭവങ്ങളും ദാവീദ് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചയിലും ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുകയാണ്, ശൗലിനുണ്ടായതുപോലൊരു ഗതികേട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ദൈവമേ, നീ മനസ്സലിയണമേ. ഹല്ലേലൂയ. സ്ഥിരമായ ഒരു ആത്മാവ് എന്നിൽ എന്ത് ചെയ്യണമേ? പകരണമേ. ശൗലിന്റെ മേലിരുന്ന ആത്മാവോ എന്താണ്? ദുരാത്മാവ് വരുന്നു, ആരാധിക്കുമ്പോൾ ദുരാത്മാവ് വിട്ടുപോകുന്നു, വീണ്ടും ദുരാത്മാവ് എന്ത് ചെയ്യുന്നു? തന്നിലേക്ക് കയറുന്നു. ആരാധിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? വിട്ടുപോകുന്നു. വീണ്ടും ആരാധന നിർത്തുമ്പോൾ എന്താണ്? ദുരാത്മാവ് അവനിൽ കയറുന്നു. അത് കണ്ട് ഭയന്നിട്ടാണ് ദാവീദ് പറഞ്ഞത്, കർത്താവേ, എനിക്കോ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ എന്ത് ചെയ്യണമേ? പകരണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമസഭയിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടുന്നതിനെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകരുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. കെടുത്തരുത് എന്നുള്ളൊരു പദപ്രയോഗം വരുന്നത്, തീയെ കെടുത്തരുത് എന്നാണ് പദപ്രയോഗം വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ഒരു ജ്വലനം ഉണ്ടാക്കുന്നു. ആ ജ്വലനത്തെ എന്ത് ചെയ്യരുത്?
നമ്മൾ കെടുത്തരുത്. മറ്റൊരു ഭാഗത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സന്തോഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ സന്തോഷിക്കുന്നത് നമുക്ക് തന്നെ കാണുവാനും അനുഭവിപ്പാനും പ്രാപിക്കുവാനും ഇടയായിത്തീരും. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം എന്ത് ചെയ്യരുത്, പറയരുത്. ആ ദൂഷണ വിധികളെ ദൈവം എന്ത് ചെയ്യുന്നില്ല, ഹല്ലേലൂയ, ശിക്ഷ വിധിക്കാതെ വിടുകയില്ല. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവൻ ശിക്ഷ ഈ ലോകത്തിലും നിത്യതയിലും അവൻ എന്ത് ചെയ്യും, അനുഭവിക്കുമെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു, പകരുന്നു. അപ്പോൾ രക്ഷ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നു. നീതീകരണം സൗജന്യമായി ലഭിക്കുന്നു. ശുദ്ധീകരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സൗജന്യമായി ലഭിക്കുന്നു. പക്ഷേ ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വില കൊടുക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് പരിശുദ്ധാത്മാവിന് ഹിതമല്ലാത്തതൊക്കെയും നമുക്ക് വിട്ടുകളയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയും അതിൻ്റെ നിറവും അതിൻ്റെ മഹിമയും നമ്മുടെ ഉള്ളത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, പകരപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതും അതുതന്നെയാണ്. ഹല്ലേലൂയ. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ എന്ത് ചെയ്തു, പാപികളായി തീർന്നു. ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. അപ്പോൾ രക്ഷയും നീതീകരണവും ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളിലേക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച എന്ത് ചെയ്യുന്നു, പകരുന്നു. ഈ പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. ന്യായപ്രമാണത്തെ നിവർത്തീകരിച്ച് ആത്മാവ് അധിവസിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ആ ജീവിപ്പിക്കുന്ന ആത്മപകർച്ച നമുക്ക് ലഭിക്കണമെങ്കിൽ ആ രക്ഷയും നീതീകരണവും നമ്മൾ എന്ത് ചെയ്യണം, അനുഭവിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയും ഹല്ലേലൂയ അനുസരണത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടിയ നീതീകരണം. നമുക്ക് ന്യായപ്രമാണത്തെ അനുസരിക്കാൻ എന്ത് ചെയ്തിരുന്നില്ല, കഴിഞ്ഞിരുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ യേശു ക്രിസ്തുവിന് അത് എന്ത് ചെയ്തു, ഏകന്റെ അനുസരണത്താൽ ആ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് കർത്താവ് എന്ത് ചെയ്തു, അനുസരിച്ചത് കൊണ്ട് നമുക്കുള്ള നീതീകരണം കൂടി ക്രിസ്തു എന്ത് ചെയ്തു, പ്രാപിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അതിൽ വിശ്വസിക്കുന്ന നമുക്കോ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തോട് സാദൃശ്യമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട്, പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുവാനുള്ള വിശ്വാസമാണ് വിശ്വാസികൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള വിശ്വാസവും നമുക്കുണ്ടാകണം. നീതീകരണത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാൻ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസവും നമുക്കുണ്ടാകണം. അതിലൂടെയാണ് നമ്മൾ രക്ഷയും നീതീകരണവും ശുദ്ധീകരണവും തേജസ്കരണവും നമുക്ക് പ്രാപിക്കുവാനിടയാകുന്നത്. വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ കേവലം ഭൗമികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടുന്നതിനുള്ള വിശ്വാസമല്ല പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ടുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള വിശ്വാസത്തെ നമ്മൾ വചനത്തിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മർത്യ ശരീരങ്ങൾ തേജസ്കരണം പ്രാപിക്കേണ്ടുന്നതിനുള്ള വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ വചനത്തിലൂടെ നമ്മളത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. വചനത്തിലൂടെ നമ്മളത് എന്ത് ചെയ്യണം, പ്രാപിക്കണം. ഗ്ലോറി ടു ഗോഡ്. 20ാമത്തെ വാക്യത്തിൽ, എന്നാൽ ലംഘനം പെരുകേണ്ടുന്നതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. ലംഘനം പെരുകേണ്ടുന്നതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. ഹല്ലേലൂയ. അപ്പോൾ ലംഘനം, ഗ്ലോറി ടു ഗോഡ്, എന്താണെന്ന് തിരിച്ചറിയേണ്ടുന്നതിനും ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഈ രക്ഷയെ അനുഭവിച്ച വ്യക്തി ജീവിതങ്ങളിൽ
നീതീകരണം അനുഭവിച്ച വ്യക്തി ജീവിതങ്ങളിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലും പാപം എന്താണെന്ന് അറിയേണ്ടുന്നതിന് ന്യായപ്രമാണവും ഇടയിൽ എന്ത് ചെയ്തു? കയറി വന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളത് ചിന്തിച്ചതാണ്. ഹല്ലേലൂയ. അതിലൂടെയാണ് നമ്മൾ പാപം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്തത്? നമുക്ക് ബോധ്യമുണ്ടായത്. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇവിടെ പറയുന്ന കൃപ എന്താണ്? പാപത്തെ അതിജീവിപ്പാൻ നമുക്ക് സ്വന്തമായി ശക്തി ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ അതിജീവിപ്പാനുള്ള ശക്തിയായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? തരുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിലൂടെ പാപത്തിൻ്റെ പരിജ്ഞാനമുണ്ടായപ്പോൾ അതനുസരിക്കുവാനുള്ള ശക്തി നമുക്കില്ലാതിരിക്കുമ്പോൾ അനുസരിച്ച പരിശുദ്ധാത്മാവെന്ന ശക്തി, അനുസരിച്ച പരിശുദ്ധാത്മാവെന്ന ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നു? ദൈവം പകരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തിനാണ്? ന്യായപ്രമാണത്താൽ എനിക്ക് ബോധ്യം വന്നിരിക്കുന്ന പാപങ്ങളെ, ഹല്ലേലൂയ, അതിൻ്റെ മകളിൽ ജയമെടുക്കുവാൻ ഒരു കാലത്തിൽ എനിക്ക് കഴിയാതിരുന്നപ്പോൾ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ആ കൃപയാൽ പാപത്തെ അതിജീവിപ്പാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമുക്കുള്ള നീതീകരണവും നിത്യജീവനുമായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തിലൂടെ നമുക്ക് ബോധ്യം വന്നിരിക്കുന്ന പാപങ്ങളെ അതിജീവിപ്പാനുള്ള ശക്തി കൂടിയാണ് പരിശുദ്ധാത്മാവ്. ഒത്തിരി ആൾക്കാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അതിൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താ? ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചപ്പോൾ ക്രിസ്തുവിൽ അധിവസിച്ചിരുന്ന ആത്മാവ്, യേശുവിൻ്റെ ശരീരത്തിലെ ആ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ നിത്യജീവൻ ആ മർത്യ ശരീരത്തെ പുനരുദ്ധാനത്തിലേക്ക് കൊണ്ടുവന്ന് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ്, ഗ്ലോറി ടു ഗോഡ്. ആ ആത്മാവാണ് യേശുവിൽ എന്ത് ചെയ്തിരുന്നത്? അധിവസിച്ചിരുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം എന്ത് ചെയ്യുന്നത്? പകരുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? വരുമ്പോൾ ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന പാപബോധം, ഹല്ലേലൂയ, ആ പാപബോധത്തെ അതിജീവിപ്പാൻ, പാപത്തെ ജയിക്കണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യം? സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ല, ദൈവം തരുന്ന പരിശുദ്ധാത്മാവിനാലാണ് അത് സാധ്യമാവുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയും മാത്രമല്ല, ഇന്ന് വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ ന്യായപ്രമാണത്തെ ആവർത്തിച്ച് നിവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മിൽ ശക്തി നൽകുന്നത് കൂടിയാണ് പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ പാപം പെരുകിയിടത്ത് കൃപയും അത്യന്തം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഗ്ലോറി. പാപം പെരുകിയിടത്തെന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് പാപം പെരുകുന്നത്? ന്യായപ്രമാണത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പാപങ്ങൾ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? മനസ്സിലാവുന്നത്. കർത്താവ്, ഹല്ലേലൂയ, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും താരതമ്യം ചെയ്ത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെ ഇടയിൽ പറയുമ്പോൾ ഈ അല്പമായത്, പഴയ നിയമത്തെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? അല്പമായതെന്നാണ്. പുതിയ നിയമത്തെയോ അധികമായതെന്നാണ് പറയുന്നത്. അല്പമായതിനെ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ വചനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാണ്, കൊല ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ലയോ? അതിനെ കർത്താവ് വിശേഷിപ്പിക്കുന്ന എന്താണ്? അത് അല്പമായതാണ്. ഗ്ലോറി ടു ഗോഡ്. പക്ഷെ അധികമായതെന്താണ്? കോപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു? കൊല ചെയ്തതിന് സമമാണ്. അത് അധികമായതാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പഴയ നിയമം ആണോ പുതിയ നിയമമാണോ ഘനമുള്ളത്? പഴയ നിയമത്തിൽ കൊല ചെയ്യാതിരുന്നാൽ ശിക്ഷാവിധിയിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. അതുപോലെ തന്നെ വ്യഭിചാരം എന്ന കർമ്മത്തിൽ ഒരു വ്യക്തി അകപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷാവിധിയിൽ എന്ത് ചെയ്യുന്നു? പോകുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞ എന്താണ്? മോഹിക്കേണ്ടുന്നതിനെ നോക്കിയാൽ അവൻ പാപം ചെയ്തു പോയി എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ലോ, ഹല്ലേലൂയ, പഴയതിൽ നിന്നും പുതിയതിലേക്ക് മാറ്റപ്പെടുന്ന അനുഭവത്തെ കർത്താവ് പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് അവതരിക്കുമ്പോൾ
പഴയ നിയമം അല്പമായതാണെന്നും ഈ അല്പമായതിൽ നിന്ന് പോലും വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ എന്ത് ചെയ്യരുത്, മാറ്റരുത് എന്നും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കോപിച്ചാൽ പാപം ചെയ്യുന്നു, മോഹിക്കേണ്ടുന്നതിന് നോക്കിയാൽ പാപം ചെയ്യുന്നു. 5-ാമത്തെ അധ്യായത്തിൽ, മത്തായി 5-ാമത്തെ അധ്യായത്തിലും 6-ാമത്തെ അധ്യായത്തിലും 7-ാമത്തെ അധ്യായത്തിലും ആ ദൈവത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച്, പുതിയ നിയമത്തിനെ കുറിച്ച്, അതിൻ്റെ മഹിമയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നു. ഗ്ലോറി ടു ഗോഡ്. അതൊക്കെ നമുക്ക് ധ്യാനിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. നമുക്കത് ധ്യാനിക്കാൻ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കാത്തത്. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ലോയും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമവും തമ്മിൽ എന്തുണ്ട്? വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലെ ഈ പറഞ്ഞിരിക്കുന്ന ഘനമുള്ള കാര്യം, അപ്പോൾ കോപിക്കരുത് എന്ന് പറയുന്ന കാര്യം ഘനമുള്ളതല്ലേ? ഒരു വ്യക്തിയെ നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യേണ്ടി വരും? നിൽക്കേണ്ടി വരും. അത് ഘനമുള്ളതല്ലയോ? മൂഢ എന്ന് വിളിച്ചാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഘനമുള്ളതല്ലയോ? ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഈ ഘനമുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പാപം പെരുകിയ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. അപ്പോൾ പാപം പെരുകിയെടുത്ത് ദൈവം എന്ത് ചെയ്യുന്നു? കൃപയും നൽകുന്നു. എന്ത് കൃപ നൽകുന്നു? അനുസരിപ്പാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ന്യായപ്രമാണം ഇടയിൽ കയറി വന്നപ്പോൾ ആദ്യം വിശ്വസിച്ചു, രക്ഷയെ വിശ്വസിച്ചു, നീതീകരണത്തെ വിശ്വസിച്ചു, ശുദ്ധീകരണത്തെ വിശ്വസിച്ചപ്പോൾ ന്യായപ്രമാണവും പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? എഴുതപ്പെടുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ലോയിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? മാറ്റപ്പെട്ടില്ല. ഒത്തിരി ആൾക്കാർ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? വിശ്വാസത്താൽ രക്ഷയും നീതീകരണവും പ്രാപിച്ചു കഴിഞ്ഞാൽ നിത്യജീവൻ എന്ത് ചെയ്യാൻ പറ്റും? അവകാശമാക്കാൻ പറ്റുമെന്നാണ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു. നീതീകരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ പുനരുദ്ധാനത്തിന് നമ്മൾ എന്ത് ചെയ്തു? അവകാശികളായി തീർന്നു. എന്നാലോ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്ക് ഹല്ലേലൂയ നിത്യജീവൻ, ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രാപിക്കാതെ നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ എന്നേക്കും നമ്മൾ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? ധരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിൽ എന്തുണ്ട്? ഒരു ഫൈറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ വല്ല പോരാട്ടവും വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടോ? പഴയ മനുഷ്യൻ വീണ്ടും പാപത്തിലേക്ക് വശീകരണം ഉള്ളതാണ്. ഗ്ലോറി ടു ഗോഡ്. ലോകത്തിലേക്ക് വശീകരണം ഉള്ളതാണ്. പിശാചിൻ്റെ ടെംപ്ടേഷനിൽ വീഴാൻ സാധ്യതയുള്ളതാണ് പഴയ മനുഷ്യൻ. എന്നാൽ പുതുമനുഷ്യൻ ആരാണ്? രണ്ടാം മനുഷ്യനായ ക്രിസ്തുവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന ദൈവ പൈതലിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആ പുതുമനുഷ്യൻ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച്, ഉള്ളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. പഴയ മനുഷ്യൻ എപ്പോഴും പുറത്ത് ജീവിക്കാനാണ് പഴയ മനുഷ്യൻ താല്പര്യമുള്ളത്. പഴയ മനുഷ്യൻ 5 ഇന്ദ്രിയങ്ങളിലൂടെ ആമേൻ, അവന് പഴയ മനുഷ്യനിൽ ജീവിക്കാനാണ് പഴയ മനുഷ്യന് താല്പര്യം. എന്നാലോ പുതുമനുഷ്യനെ പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് നമുക്ക് പുതുക്കം ഉണ്ടെങ്കിൽ ആ പുതുമനുഷ്യനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതാണ് ക്രിസ്തുവിൻ്റെ തേജസ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുക എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്താൽ ലഭിക്കുന്ന കാര്യങ്ങൾ നിരവധിയാണ്. പക്ഷേ വില കൊടുക്കേണ്ടുന്നിടത്ത് നമ്മൾ വില കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അങ്ങനെ ന്യായപ്രമാണത്താൽ ലഭിച്ചിരിക്കുന്ന പാപബോധം, ഹല്ലേലൂയ, അങ്ങനെ പാപം പെരുകിയെടുത്ത് ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ പാപത്തെ അതിജീവിപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ ദൈവം എന്ത് ചെയ്തു? അത്യന്തം വർദ്ധിപ്പിച്ചു എന്നാണ്. ഗ്ലോറി ടു ഗോഡ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നത്? 21-ാമത്തെ വാക്യം, പാപം മരണത്താൽ വാണതുപോലെ
കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഉണ്ടോ? പാപം മരണത്താൽ ഒരു മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു? നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ മേൽ പകരപ്പെട്ട കൃപ എന്താണ്? ഈ പറയുന്ന കൃപ പരിശുദ്ധാത്മാവെന്ന കൃപ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതീകരണത്തിലൂടെ നിത്യജീവനായി വാഴേണ്ടതിന്, ആമേൻ, പാപത്തിന് മുകളിൽ വാഴേണ്ടുന്നതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ എന്ത് ചെയ്ത് പകർന്നു നൽകിയത്. ഗ്ലോറി ടു ഗോഡ്. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരാം. 6-ാമത്തെ അധ്യായം 1-ാം വാക്യം. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടുന്നതിനെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കുന്നത് അന്നും ഇന്നും ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ കൂടുതൽ കൃപ കിട്ടണമെങ്കിൽ കൂടുതൽ പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തിരിച്ച് ചിന്തിക്കരുത്. ഗ്ലോറി ടു ഗോഡ്. കൃപ പെരുകേണ്ടുന്നതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ നമ്മൾ കൃപ പെരുകിയത് എപ്പോഴാണ്? ന്യായപ്രമാണത്തിൻ്റെ പാപം എന്താണെന്ന് ന്യായപ്രമാണത്തിലൂടെ പാപബോധം എന്ത് ചെയ്തു? ഉണ്ടായി. പാപം പെരുകി വന്നു. കാരണം ന്യായപ്രമാണത്തിൻ്റെ ലോ നമ്മൾ അറിയാൻ തുടങ്ങിയപ്പോഴാണ് പാപം എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് എന്ത് ചെയ്ത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പഴയ നിയമത്തിൽ കൊല ചെയ്താലേ എന്തുള്ളൂ? പാപമാവുന്നുള്ളൂ. പുതിയ നിയമത്തിലോ കോപിച്ചാൽ പാപമായി. അപ്പോൾ പാപം പെരുകി. മനസ്സിലാവുന്നുണ്ടോ? പഴയതല്ല, പഴയതിനെക്കാട്ടിൽ നിയമത്തിൽ വന്നപ്പോൾ പെരുകി. അതിൻ്റെ വലിപ്പം കൂടി, അതിൻ്റെ ഘനം കൂടിയപ്പോൾ അപ്പം ഞാൻ ചോദിക്കുന്നു, പഴയ നിയമ ഭക്തന്മാർക്കാണോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയ പുതിയ നിയമത്തിലുള്ളവർക്കാണോ? പുതിയ നിയമത്തിലുള്ളവർക്കാണ് ശ്രദ്ധിക്കേണ്ടി. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? തന്നിൽ വസിച്ചിരുന്ന, ക്രിസ്തുവിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവിനെ തന്നെയാണ് പുതിയ നിയമസഭയ്ക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഈ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ എന്നാണ്. ഗ്ലോറി ടു ഗോഡ്. ഒത്തിരി ആൾക്കാർ ചിന്തിക്കുന്നത് മർത്യ ശരീരം എപ്പോഴാണ് ആവുന്നത്? മരിച്ച് അടക്കപ്പെട്ട് എന്ത് ചെയ്തു? അതിന് ശേഷം മർത്യ ശരീരം എന്ത് ചെയ്യും? ജീവിക്കും. തീർച്ചയായിട്ടും ക്രിസ്തുവിൽ മരിക്കുന്നവർ എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കും. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ഓൾറെഡി എന്താണ്? മർത്യ ശരീരം തന്നെയാണ്. കാരണം എന്താ? പാപത്തെ അതിജീവിച്ച് ജയം പ്രാപിച്ച് കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ സാധിക്കാത്ത പഴയ മനുഷ്യനിൽ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കുന്നു. പക്ഷെ ഈ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുന്നതാണ് എന്ത്? പരിശുദ്ധാത്മാവ്. അപ്പോൾ മർത്യ ശരീരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ജീവൻ പ്രാപിക്കണം. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? മരിച്ചതിന് ശേഷം പുനരുദ്ധാനം പ്രാപിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിശ്വസിക്കാൻ എളുപ്പമാണ്. പക്ഷേ മർത്യ ശരീരത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ധാർമ്മികതയിലേക്ക് ജീവിക്കുവാൻ, ഹല്ലേലൂയ, ആത്മാവിൻ്റെ ഫലം പുറത്തു വന്ന് ജീവിക്കുവാൻ, മർത്യ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ആത്മാവിൻ്റെ ഫലം ഉണ്ടാകത്തില്ല. ഈ മർത്യ ശരീരത്തിൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിച്ചു എന്ന് എങ്ങനെ അറിയാം? ആത്മാവിൻ്റെ ഫലം ഉണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. ആത്മാവ് ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതിന് ഫലം പുറത്തു വരും. അപ്പോൾ ആ വ്യക്തിയുടെ മർത്യ ശരീരം എന്ത് ചെയ്തു? ജീവിച്ചു. അല്ല, ആത്മാവുണ്ടെന്ന് പറയുകയും മർത്യ ശരീരം ജീവിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയിൽ എന്തില്ല? പരിശുദ്ധാത്മാവില്ല. അപ്പോൾ നമ്മൾ ഭയപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. എന്നിൽ ഈ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുന്ന ആത്മാവ് ഉള്ളിലുണ്ടോ? ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് ഈ മർത്യ ശരീരത്തെ പുതുക്കം നൽകുന്ന, രൂപാന്തരം നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? നമ്മൾ നമ്മെ തന്നെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. വചനത്തിൽ പറയുന്നു, കർത്താവിൻ്റെ വരവിൽ 10 കന്യകമാരും എന്ത് ചെയ്തു? വിളക്കെടുത്തു. പക്ഷേ അതിൽ 10 കന്യകമാരും ബുദ്ധിയുള്ളവർ തന്നെയാണ്. ഇത് 10 പേരും എന്താണ്? കന്യകമാരാണ്. ഹല്ലേലൂയ. അശുദ്ധി പ്രാപിക്കാത്തവർ, അശുദ്ധി ഇല്ലാത്തവരാണ്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അതിൽ 5 പേർക്ക് എന്തുള്ളൂ? ബുദ്ധിയുള്ളൂ. കന്യകമാരായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എടുക്കപ്പെടത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ബുദ്ധിയുള്ളവരുടെ പാത്രത്തിൽ എന്ത് ചെയ്തു? എണ്ണയുണ്ടായിരുന്നു. ഗ്ലോറി ടു ഗോഡ്.
അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഈ എണ്ണയുള്ള പാത്രം കരുതിയവർക്കാണ് അന്ധകാരത്തിൽ വെളിച്ചത്തെ എന്ത് ചെയ്യാൻ പറ്റിയത്? പ്രകാശിപ്പിക്കുവാൻ കഴിഞ്ഞത്. മറ്റുള്ളവരും വിളക്കെന്ത് ചെയ്തു? കത്തിച്ചു. പക്ഷെ എണ്ണയില്ലാത്തത് കാരണം അതെന്ത് ചെയ്യുന്നു? അണഞ്ഞു പോകും. അതാണ് ഒത്തിരി പേർ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ഉത്സാഹമുണ്ടാവുകയും ചില തീരുമാനങ്ങൾ എടുക്കുകയും എന്നാൽ അതിനെ മുൻപിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലാത്തത് നിമിത്തം ആ ജ്വലനം കിട്ടിയെങ്കിലും വളരെ വേഗത്തിൽ അത് തീ എന്ത് ചെയ്യും? അണഞ്ഞു പോകും. കാരണം എണ്ണയില്ല. അപ്പോൾ ബുദ്ധിയുള്ളവരുടെ പാത്രത്തിൽ എന്ത് ചെയ്തിരുന്നു? എണ്ണയുണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ അവയവങ്ങളെ എന്ത് ചെയ്യുവിൻ? ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഹല്ലേലൂയ. ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി നിങ്ങൾ എന്ത് ചെയ്യുവിൻ? സമർപ്പിക്കുവിൻ. അകത്ത് ജീവനുണ്ടെങ്കിൽ പുറത്ത് വിശുദ്ധി ഉണ്ടാകും. അകത്ത് ആത്മാവുണ്ടെങ്കിൽ പുറത്ത് ആത്മാവിൻ്റെ ഫലമുണ്ടാകും. ഉള്ളിലെ ആത്മാവ്, അകത്തെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം നിങ്ങൾ അകത്ത് പ്രാപിക്കുന്നുണ്ടെങ്കിൽ പുതു മനുഷ്യൻ പുറത്തു വരും. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ചത്, കൃപ ദൈവം അത്യന്തം ആർക്കാണ് വർദ്ധിപ്പിച്ചു കൊടുത്തത്? പാപം വരികയിടത്ത്. എന്നുവെച്ചാൽ പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായപ്പോൾ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ആക്ഷൻ ചെയ്താലേ എന്തുള്ളൂ? അത് പാപമാവുന്നുള്ളൂ. പുതിയ നിയമത്തിലോ ചിന്തയിൽ വന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. അപ്പോൾ ആത്മീയം എവിടെയാണ് ഇരിക്കുന്നത്? ചിന്ത. നമ്മുടെ ചിന്തയിൽ ദൈവത്തിൻ്റെ ആത്മപരിവർത്തനം ഉണ്ടാകുമ്പോൾ അവിടെ നിത്യജീവൻ, ഹല്ലേലൂയ, ജീവനും ദൈവത്തോട് സമാധാനവും. ആത്മാവിൻ്റെ ചിന്ത, പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ജഡത്തിൻ്റെ ചിന്തയ്ക്ക് ഒരു ഉൽപ്പന്നമാണ്, എന്താ? മരണം. ആത്മാവിൻ്റെ ചിന്തയ്ക്ക് രണ്ട് ഉൽപ്പന്നമാണ്, എന്താ? ജീവനും സമാധാനവും. ഗ്ലോറി ടു ഗോഡ്. ആരോട് സമാധാനം? ദൈവത്തോടും മനുഷ്യരോടും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ചിന്തയിലിരിപ്പാൻ കർത്താവ് നമ്മെ എന്ത് ചെയ്യട്ടെ? സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിപ്പിച്ചെങ്കിൽ ഇവിടെ അടുത്തൊരു ചോദ്യം നെഗറ്റീവായിട്ടവിടെ വരികയാണ്. എന്താ? അതുകൊണ്ട് നാം എന്ത് പറയുന്നുണ്ട്? കൃപ പെരുകേണ്ടുന്നതിന് പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ പാപം ചെയ്യുന്നത് കൊണ്ടല്ല കൃപ എന്ത് ചെയ്യുന്നത്? പകരുന്നത്. പാപത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ ആ ബോധ്യമായ പാപത്തെ അതിജീവിക്കാനാണ് കൃപ എന്ത് ചെയ്തത്? തന്നത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? പാപം ചെയ്തത് കൊണ്ടല്ല കൃപ എന്ത് ചെയ്യുന്നത്? ഇവിടെ ലഭിക്കുന്ന കൃപ, പരിശുദ്ധാത്മാവ്, പാപം എന്താണെന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ അതിനെ അതിജീവിക്കാനാണ് കൃപ എന്ത് ചെയ്തത്? ഇവിടെ പുതിയ നിയമത്തിലെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിൻ്റെ ആ ഒരു ഭാഗത്തിൽ നിന്ന് കോപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു? പാപം ചെയ്തു. അപ്പോൾ കോപിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ആര് വേണം? അതിനുവേണ്ടി നമ്മൾ കരയാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ അങ്ങേറ്റം ഒരു പക്ഷേ കോപിച്ചിട്ട്, കർത്താവേ ഞാൻ കോപിച്ചു പോയി, എന്നോട് എന്ത് ചെയ്യണമേ? ക്ഷമിക്കണമേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ കൃപ എന്തിനാണ്? പാപത്തെ അതിജീവിക്കാനാണ്. പുതിയ നിയമത്തിൽ അത് ഗൗരവമായ പാപമാണെന്ന് യേശുവാണ് എന്ത് ചെയ്തത്? പഠിപ്പിച്ചത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ലോ അറിയാൻ പലപ്പോഴും പലർക്കും എന്തില്ല? താല്പര്യമില്ല. വിശ്വാസത്താൽ ലഭിക്കുന്ന ഭൗമികമായ അനുഗ്രഹങ്ങൾ എങ്ങനെ കർത്താവിൽ നിന്ന് പ്രാപിക്കാം എന്നുള്ള ചിന്തയിലാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക്, ഹല്ലേലൂയ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ലോ പുതിയ നിയമമാണ്. പുതിയ നിയമം. ഹല്ലേലൂയ. പഴയ നിയമം, നിയമപുസ്തകം, ദൈവരാജ്യത്തിൻ്റെ നിയമപുസ്തകമാണ്. ഗ്ലോറി ടു ഗോഡ്. ഈ നിയമങ്ങൾ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ പ്രാപിപ്പാൻ ആൾക്കാർക്ക് എന്തല്ല? താല്പര്യമില്ല. അവർ 5 ഇന്ദ്രിയങ്ങൾ ലോകത്തിലേക്ക് തുറന്നു വച്ചിട്ട് ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം അവരെ കൊണ്ട് നടക്കാൻ പറ്റാതെ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് അതെല്ലാം നടത്തി തരണമേ എന്ന് അപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനാണ് പലപ്പോഴും ജനം എന്ത് ചെയ്യുന്നത്? ഇതിനകത്തൊരാത്മാവും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. അതിൻ്റെ നിത്യജീവന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചോ അതിൻ്റെ
നിയമങ്ങളിലൂടെ അല്ലെങ്കിൽ ആ നിയമങ്ങളിലൂടെ ഉള്ള വെളിപ്പാടുകൾ ദൈവവചനത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ച് നിത്യജീവൻ അവകാശമാക്കുവാൻ പലപ്പോഴും പലരും എന്ത് ചെയ്യുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അപകട മേഖലയിലാണ് വിശ്വാസജനം ഇപ്പോൾ നിൽക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ മടങ്ങി ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യുക, എല്ലാ ജനവും നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസമുള്ളവരായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. അപ്പോൾ ഇവിടെ കൃപ പെരുകേണ്ടുന്നതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഗ്ലോറി ടു. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി, ആമേൻ, ഇനി, ഗ്ലോറി ടു ഗോഡ്. ഇതുവരെയും അങ്ങനെ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതുവരെയും നമ്മൾ അങ്ങനെ ജീവിച്ചു. പക്ഷെ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇവിടെ പാപസംബന്ധമായി എന്നുള്ളതാണ് പദപ്രയോഗം എന്നിരിക്കുന്നത്. പാപ സംബന്ധമായി, ഗ്ലോറി ടു ഗോഡ്. എനിക്ക് വേണ്ടി ആരാ മരിച്ചിരിക്കുന്നത്? ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. പാപസംബന്ധമായി ക്രിസ്തു മരിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് എനിക്ക് എന്ത് ചെയ്തു? തന്നു. അപ്പോൾ എൻ്റെ പാപസംബന്ധമായിട്ടുള്ള ശിക്ഷാവിധി യേശു ഏറ്റെടുത്ത് മരിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇപ്പോൾ സ്നാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ സ്നാനപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് എന്നാണ് അവിടെ പൗലോസ് ചോദിക്കുന്നത്. നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കേണ്ടുന്നതിന് എൻ്റെ പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, നിത്യമായ ശിക്ഷാവിധി യേശുവിൻ്റെ മേൽ എന്ത് ചെയ്തു? ചുമത്തപ്പെട്ടു. ആ ചുമത്തപ്പെട്ട് ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു? യാഗമായി തീർന്നപ്പോൾ ആ യാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ എനിക്ക് രക്ഷ അവകാശമാകേണ്ടുന്നതിന് ഞാൻ സ്നാനപ്പെടുന്നത് ആ മരണത്തോട് അനുരൂപമാകാനാണ് ഞാൻ എന്ത് ചെയ്തിരിക്കണേ? സ്നാനപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ചിലരൊക്കെ സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കടഭാരം മാറും, നിൻ്റെ പ്രശ്നം മാറും, അത് മാറി ഇത് മാറും, എല്ലാം മാറും. ആമേൻ. നീ എന്ത് ചെയ്താൽ മതി? സ്നാനപ്പെട്ടു. അവൻ കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്യും? ഇവൻ സ്നാനപ്പെടും. അങ്ങനെയൊക്കെ സ്നാനപ്പെട്ടവരാണ് നമ്മളിലും പലരും. പക്ഷേ കുറേ കാലമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ സത്യാന്വേഷകരായി ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്തൂടെയുള്ള നിയമത്തിൻ്റെ വശങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പോയി സ്നാനപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഈ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്താൽ മതി? ബോധ്യം ഉണ്ടായാൽ മതി. അപ്പോൾ ഇവിടെ വായിച്ചതാണ് യേശുക്രിസ്തുവിനോട് ചേരുവാൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളോട് ചേരുവാൻ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ചെയ്യാൻ പോണ കാര്യങ്ങളോട് ചേരാനെന്നല്ല, എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. ഒത്തിരി ആൾക്കാർ സ്നാനപ്പെടുന്ന എന്തിനാണ്? എനിക്ക് വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ എന്ത് ചെയ്യും. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളോട് ചേരാനാണ്. രക്ഷ എനിക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. നീതീകരണം എനിക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. ശുദ്ധീകരണം എനിക്ക് വേണ്ടി ചെയ്ത കാര്യമാണ്. എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്തത് പൂർത്തീകരിച്ച കാര്യമാണ്. ഗ്ലോറി ടു ഗോഡ്. അതിനോട് ചേരാനാണ് നമ്മൾ എന്ത് ചെയ്തത്? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കർത്താവിൻ്റെ മരണത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? എൻ്റെ ശിക്ഷാവിധി, ന്യായവിധി, നിത്യനരകം എന്നുള്ള ശിക്ഷാവിധി കർത്താവിൻ്റെ മേൽ എന്ത് ചെയ്തു? ആയിത്തീരുമ്പോൾ അത് വിശ്വസിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന എന്താണ്? ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ ലഭിക്കുവാനാണ് ഞാൻ കർത്താവിനോട് ചേർന്ന് ആ സ്നാനത്തിൽ എന്നെ തന്നെ എന്ത് ചെയ്തേ? ഏൽപ്പിച്ചു കൊടുത്തേ. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ എന്ത് ചെയ്തു?
കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? പഴയ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കുഴിച്ചിടുകയാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെട്ടു. പക്ഷെ യഥാർത്ഥത്തിൽ കുഴിച്ചിടപ്പെട്ടത് ആരാണ്? ക്രിസ്തു. ഹല്ലേലൂയ. നമ്മളോ അതിനോട് ഇഴുകിച്ചേരുവാൻ തക്കവണ്ണം ജലത്തിൽ എന്ത് ചെയ്തു? സ്നാനപ്പെടും. എന്നിട്ട് അടുത്ത് പറയുന്ന വാക്യം എന്താണ്? ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടുന്നതിനാണ് സ്നാനപ്പെട്ടത്. ഗ്ലോറി ടു ഗോഡ്. രക്ഷ അനുഭവിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ശിക്ഷ ഏറ്റപ്പോൾ ആ ശിക്ഷാവിധിയിൽ ഞാൻ എന്ത് ചെയ്തു? വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിപ്പാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു സ്നാനത്തിൽ. അവനോട് കൂടെ എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ. അപ്പോൾ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനിൽ നടക്കുവാൻ, ആത്മാവിൻ്റെ ഫലം വെളിപ്പെടുത്തി നമ്മുടെ ജീവിതം എന്ത് ചെയ്യാൻ? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടുന്നത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നിത്യജീവന്റെ പുതുക്കം നമുക്ക് എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. കൊലോസ്യൻസർ എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ, നമ്മിൽ തന്നെ ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ കഴിയാതിരുന്ന ആത്മാവിനെ, നമ്മുടെ ആത്മാവിനെ, ഗ്ലോറി ടു ഗോഡ്, ജീവിപ്പിച്ചു. ദൈവവുമായിട്ട് ബന്ധം പുലർത്തുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ, ക്രിസ്തുവിനോട് കൂടെ നടക്കുവാൻ നമുക്ക് പുതുജീവൻ എന്ത് ചെയ്തു? നമുക്ക് തന്നിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. എന്തോ ഒരു പദമാണ്! നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമത്തിൽ ആരാധിക്കുന്ന ആരാധകനോ ആരാധന നയിക്കുന്ന പുരോഹിതനോ പ്രാകാരത്തിൽ നിൽക്കുന്നവനോ വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നവനോ അതിവിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നവനോ ധൈര്യത്തോടു കൂടി നിൽക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അവൻ്റെ കാലിൽ ഒരു ചങ്ങല എന്ത് ചെയ്യുന്നു? ഇടുന്നു. കാരണം അതിവിശുദ്ധ സ്ഥലത്തിൽ പാപപരിഹാരത്തിൻ്റെ ദൈവത്തിൻ്റെ ക്രമത്തിന് വിഘ്നമുണ്ടായാൽ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതൻ അവിടെ വീണെന്ത് ചെയ്യും? മരണപ്പെട്ടു പോകും. ആ ബോഡി എടുക്കുവാനും അകത്തേക്ക് പ്രവേശിക്കാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ഈ ചങ്ങലയുടെ അനക്കം ഉണ്ടെങ്കിൽ ആളകത്ത് ജീവനോടെ ഉണ്ടെന്ന് പുറത്ത് നിൽക്കുന്നവൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഈ ചങ്ങലയ്ക്ക് അനക്കം തട്ടുന്നില്ലെങ്കിൽ അകത്താൾ എന്ത് ചെയ്തു? ന്യായം വിധിക്കപ്പെട്ടു എന്ന് പുറത്ത് നിൽക്കുന്നവൻ മനസ്സിലാക്കിയിട്ട് അവൻ്റെ ബോഡി എടുക്കാൻ അകത്ത് കയറാതെ
ഈ ചങ്ങലയെ വലിച്ചെന്ത് ചെയ്യണം? ബോഡി വലിച്ചെന്ത് ചെയ്യണം? പുറത്തെടുക്കണം. ഇതാണ് പഴയ നിയമത്തിലെ ഈ തിരശീല. അവിടെ ഒരു തിരശീലയുണ്ട്. ആ തിരശീലയ്ക്ക് അപ്പുറത്തുള്ള കാര്യം പുറത്ത് നിൽക്കുന്ന ആരും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഇവിടെ വായിച്ചതെന്നാണ്? യേശു തൻ്റെ ദേഹമെന്ന തിരശീല. പഴയ നിയമത്തിലോ ന്യായപ്രമാണപ്രകാരം സമാഗമന കൂടാരം പണിയുമ്പോഴോ അതിവിശുദ്ധ സ്ഥലത്തിനും വിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ എന്തുണ്ട്? തിരശീലയുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോഴും ആലയത്തിൽ തിരശീല മുകൾ തൊട്ട് താഴെ വരെ എന്ത് ചെയ്തു? കീറിപ്പോയി. ഇവിടെ ലേഖനകർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ക്രൂശിൽ നോക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തെ എന്താണ് കാണിക്കുന്നത്? തൻ്റെ ശരീരം ഹല്ലേലൂയ എന്ന തിരശീല ചീന്തപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ആത്മാവിന് ദൈവത്തോടുള്ള ബന്ധം പുലർത്തുവാൻ തടസ്സമായിരിക്കുന്ന ജഡത്തിലുള്ള സകല പാപങ്ങളും യേശുക്രിസ്തു എന്ത് ചെയ്തു? വഹിച്ചിട്ട് തൻ്റെ ദേഹം എന്ന തിരശീല ക്രൂശിൽ ചീന്തുമ്പോൾ അതിലൂടെ വിശ്വാസത്താൽ ആത്മാവിൽ നിത്യനായ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരായി ധൈര്യത്തോടുകൂടി, പഴയ നിയമത്തിൽ ധൈര്യത്തോടുകൂടി വിശുദ്ധ സ്ഥലത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവേശിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പുതിയ നിയമസഭയിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളിൽ ദൈവത്തിൻ്റെ ആത്മ പകർച്ച ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, എങ്ങനെ ആരാധിപ്പാൻ? ധൈര്യത്തോടുകൂടി കൃപാസനത്തിലേക്ക് പ്രവേശിപ്പാൻ തൻ്റെ ദേഹമെന്ന തിരശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. മറ്റത് പഴയ വഴിയാണ്. പഴയ വഴിയിൽ ന്യായവിധി എന്ത് ചെയ്യും? ഉണ്ട്. ജീവനുള്ള പുതുവഴിയിൽ യേശുക്രിസ്തുവിലൂടെ നടക്കുവാനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഒത്തിരി ആൾക്കാർ ആത്മാവിനെ പ്രാപിക്കുമ്പോഴത്തേക്ക് പല കാര്യം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ ആരാധിച്ചാൽ യഥാർത്ഥത്തിൽ ആത്മാവ് ഉണ്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യത്തുള്ളൂ, വിശ്വസിക്കുന്നുള്ളൂ എന്നാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവേ സഹായിക്കണമേ, കൃപ പകരണമേ. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം എന്ത് ചെയ്തു? നൽകി. ഹല്ലേലൂയ. അപ്പോൾ സ്നാനപ്പെടുമ്പോൾ യേശുവിലൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായി ബോധ്യമാക്കി തരാതെ ആരാധന കഴിക്കുന്ന വ്യക്തിക്ക് ധൈര്യത്തോടുകൂടി ദൈവത്തിൻ്റെ അടുക്കലേക്ക്, കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഇത് ജീവനുള്ള പുതുവഴിയാണ്. പഴയ നിയമത്തിലെ ആരാധന ക്രമം അനുസരിച്ച് ഹല്ലേലൂയ നിത്യജീവൻ അവകാശമാക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല, പ്രമാണം അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശമാക്കുവാൻ പോലും കഴിയാതെ നിൽക്കുമ്പോൾ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായ ക്രിസ്തു നമ്മുടെ ശിക്ഷാവിധിയും കർത്താവ് എന്ത് ചെയ്തു? ഏറ്റെടുത്തു. നമ്മുടെ നീതീകരണത്തിന് വേണ്ടി കർത്താവ് ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചുകൊണ്ട് തൻ്റെ ദേഹത്തിൽ നമ്മുടെ ശിക്ഷാവിധി എന്ത് ചെയ്തു? ഏറ്റെടുത്തുകൊണ്ട് ആ ദേഹമെന്ന തിരശീല എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുഭവിപ്പാൻ, അറിയുവാൻ, കാണുവാൻ, മഹത്വം പ്രാപിപ്പാൻ കഴിയാതെ തടസ്സമായിരുന്ന ശരീരമെന്ന തിരശീല, ദേഹമെന്ന തിരശീല, ആ തിരശീല രണ്ടായിട്ട് എന്ത് ചെയ്തു? ചീന്തപ്പെട്ടു. ഹല്ലേലൂയ. ആ ശാപം ക്രിസ്തുവിൽ എന്ത് ചെയ്തു? ചീന്തപ്പെട്ടു. ദൈവത്തോട് ബന്ധം പുലർത്താൻ തടസ്സമായിരുന്ന സകല ശാപങ്ങളും യേശുവിൻ്റെ ശരീരത്തിൽ അത് ഏറ്റെടുത്ത് ആ ശരീരം തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തിയ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായ ബോധ്യം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് ക്രിസ്തുവിൻ്റെ ശരീരമെന്ന തിരശീലയ്ക്കപ്പുറത്തേക്ക് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന പുതുവഴിയിലൂടെ പിതാവാൻ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് സഹായിക്കുക. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ പഴയ നിയമത്തിൽ ഒരു മഹാപുരോഹിതനുണ്ട്. ഈ വാക്യത്തിൽ കണ്ടോ, 20-ാമത്തെ വാക്യത്തിൽ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. പഴയ നിയമത്തിൽ എന്ത് രക്തവും കൊണ്ടാണ് പോകുന്നത്? ഒരാടിൻ്റെ രക്തവും കൊണ്ടാണ്, അല്ലെങ്കിൽ മൃഗരക്തവും കൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം കൃപാസനത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? പ്രവേശിക്കുമ്പോൾ ഇവിടെ തൻ്റെ ദേഹമെന്ന തിരശീലയിലൂടെ നമുക്ക് ജീവനുള്ള പുതുവഴിയായി എന്ത് ചെയ്തു? തൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്. ഹല്ലേലൂയ. ഇവിടെ പഴയ നിയമത്തിലെ മൃഗരക്തത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ. യാഗമർപ്പിച്ച മൃഗത്തിൻ്റെ രക്തവും എടുത്താണ് എന്ത് ചെയ്യുന്നത്? കൃപാസനത്തിലേക്ക് പോകുന്നതെങ്കിൽ ഇവിടെ യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യവും. അവിടെ വീണ് എന്ത് ചെയ്യത്തില്ല, മരണപ്പെടുകയില്ല. ഗ്ലോറി ടു ഗോഡ്.
ധൈര്യമുണ്ട്. ദേവാലയത്തിന്മേൽ എന്തുകൊണ്ടാണ് ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത്? ഈ മഹാപുരോഹിതൻ ആരാണ്? ക്രിസ്തു. ആ മഹാപുരോഹിതന് മരണമില്ലാത്തവനാണ്. മരണമുള്ള പുരോഹിതന്മാർ ഇവിടെ പഴയ നിയമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ പുതിയ നിയമ ആരാധകൻ ഒരു കാര്യം മനസ്സിലാക്കണം: എൻ്റെ മഹാപുരോഹിതൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവൻ തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി അതിനപ്പുറം കടന്ന് നമുക്കുള്ള അതിവിശുദ്ധ സ്ഥലത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടുന്നതിന് നമുക്കുള്ള മഹാപുരോഹിതൻ നമുക്ക് മുൻപിലുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമുക്കുള്ളത് കൊണ്ട് നാം എന്ത് ചെയ്യണം? ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ രക്തം എവിടെയാണ് തളിക്കപ്പെടുന്നത്? പുറമെയാണ്. ഗ്ലോറി ടു ഗോഡ്. കൃപാസനത്തിൽ, ഹല്ലേലൂയ, ആ കൃപാസനത്തിൽ നിയമപ്പെട്ടകത്തിന് പുറത്താണ് എന്ത് ചെയ്യുന്നത്? രക്തം തളിക്കുന്നതെങ്കിൽ ഇവിടെ പുതിയ നിയമ ആരാധകന് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ആർക്ക് അടുക്കലേക്ക് പോവുക? ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ധൈര്യത്തോടെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള അനുഗ്രഹം. ഇതെല്ലാം നമ്മൾ സ്നാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? അവകാശമാക്കിയ ദൈവിക വെളിപ്പാടുകളാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ നമ്മൾ, ഹല്ലേലൂയ, വിളിക്കപ്പെട്ടവരാണ്. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. എന്നൊരു തൊട്ടടുത്ത വാക്യം എന്താ? ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുക. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ആരാധനയൊന്നും അവർക്ക് എന്തല്ല, അവർക്ക് വലിയ ഗൗരവമുള്ള കാര്യമല്ല. അവർ സഭാരാധന എന്ത് ചെയ്യുന്നു? അലക്ഷ്യമാക്കുന്നു. ഈ സഭാരാധനയിൽ നടക്കുന്ന എന്താണെന്നാണ് മേളിൽ നമ്മൾ ചിന്തിച്ചത്. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാർക്ക് പോലും സ്വത്രം പ്രവേശിക്കാൻ കഴിയാതിരുന്നിടത്ത് പുതിയ നിയമ സഭാരാധനകളിൽ നടക്കുന്ന കാര്യം എന്താണെന്നാണ് മകളിൽ നമ്മൾ ചിന്തിച്ചത്. ആ ചിന്തിച്ച കാര്യത്തിലൂടെ പിതാവാം ദൈവത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, തൻ്റെ പുത്രൻ്റെ രക്തത്താൽ തൻ്റെ ദേഹമെന്ന തിരശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവമാണ് പുതിയ നിയമസഭയ്ക്ക് ദൈവം വച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള ആരാധനകളെ പോലും ജനം എന്ത് ചെയ്യുന്നു? അലക്ഷ്യമാക്കുന്നു. അതുകൊണ്ടാണ് അവിടെ സഭായോഗങ്ങളെ അലക്ഷ്യമാക്കാതെ, ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും, ഏത് നാൾ? കർത്താവിൻ്റെ വരവിൻ്റെ നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഏത്? തിരശീലയ്ക്കപ്പുറത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ അധികമായിട്ട് നമ്മൾ അത് ചെയ്യണം. കാരണം എന്താ? നമ്മൾ എന്നേക്കുമായിട്ട് ആ തിരശീലയ്ക്കപ്പുറത്തേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് നമ്മൾ അപ്രകാരം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നാണ്. അതിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കർത്താവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്ലോറി ടു ഗോഡ്. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് എന്ത് ചെയ്യണം? ആദ്യം ഏകീഭവിക്കണം. ആ ഏകീഭവിച്ചിട്ടുണ്ടെങ്കിൽ യേശു പുനരുദ്ധാനം പ്രാപിച്ചതുപോലെ ആ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കും പുനരുദ്ധാനം ഉണ്ടാകും. പുനരുദ്ധാനത്തോടും നിങ്ങൾ എന്ത് ചെയ്യും? ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ പാപ ശരീരത്തിന് നീക്കം വരേണ്ടുന്നതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നും നാം അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ പഴയ മനുഷ്യൻ, ഇവിടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന പുതുമനുഷ്യൻ. അപ്പോൾ പഴയ മനുഷ്യൻ എന്താണ്? കർത്താവിനോടുകൂടെ എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം എങ്ങനെ അറിയുന്നു? പഴയ മനുഷ്യൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ആത്മീയ നിറവ്
നമ്മൾ അനുഭവിക്കുമ്പോൾ പഴയ മനുഷ്യന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തത് ഞാൻ തന്നെ എന്ത് ചെയ്യും? അറിയും. ഗ്ലോറി ടു ഗോഡ്. ആ തിരിച്ചറിവുണ്ടാവണം. കാര്യം എന്താ? എനിക്കിപ്പോൾ പുതു മനുഷ്യനിൽ ജീവിക്കാനാണ് എനിക്ക് സന്തോഷം. പഴയ മനുഷ്യന്റെ ജീവിതം ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, സന്തോഷം തരുന്നില്ല. ആരോടുള്ള സന്തോഷം? ദൈവത്തോട്. പഴയ മനുഷ്യൻ തനിക്ക് തന്നിൽ തന്നെ എന്തുണ്ട്, സന്തോഷം കൊടുക്കുകയാണെങ്കിലും അത് താൽക്കാലികമാണെന്നുള്ളതും, പുതു മനുഷ്യനിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ സന്തോഷം അത് താൽക്കാലികമല്ല എന്നുള്ളതും അത് നിത്യമായ സന്തോഷമാണെന്നുള്ളതും ബോധ്യമുണ്ടാകുമ്പോൾ എനിക്ക് മനസ്സിലാകും. എന്ത് മനസ്സിലാകുന്നു? പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കും. പഴയ നിയമത്തിൽ പാപത്തിൻ്റെ ശിക്ഷാവിധികളിൽ നിന്നുള്ള രക്ഷയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പാപത്തിൻ്റെ പരിഹാര മാർഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ മഹിമ എന്താണെന്നറിയോ? പാപം ചെയ്തതിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, പാപത്തിൽ നിന്നുള്ള മോചനം. ആ പദം എന്തോ ഒരു ഊക്കാണ്. ഗ്ലോറി ടു ഗോഡ്. എന്തോ ഒരു ശക്തിയാണ്. ഗ്ലോറി ടു ഗോഡ്. പാപ ഹല്ലേലൂയ ക്ഷമയല്ല ഇവിടെ പറയുന്നത്, പാപമോചനം. ഇതാര് തരുന്നു? ക്രിസ്തു മോചിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കുമ്പോൾ സാക്ഷാൽ നമ്മൾ സ്വതന്ത്രരാകുകയാണ്. ഹല്ലേലൂയ. ആ മോചനമാണ് നമുക്ക് ആവശ്യം. അതെവിടെ? ശരീരത്തിലും ദേഹിയിലും ആത്മമണ്ഡലത്തിലും അത് വ്യാപരിക്കും. അതാണ് നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിച്ചത്. ഹല്ലേലൂയ. പുറത്തെ പാപമാണ് പഴയ നിയമത്തിൽ എന്ത് വരുന്നത്? ഭൂരിഭാഗം വരുന്നത്. 10 കൽപ്പനകളിൽ ഒന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അകത്ത് തൊടുന്നത്. ഏതാണ്? മോഹിക്കരുത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എന്താണ്? ദേഹിയിലെ പാപമാണ്. ഹൃദയം കൊണ്ട് നീ ചിന്തിച്ചാൽ, ഹൃദയത്തിൽ നിനക്ക് ദേഷ്യമുണ്ടായാൽ, ഹൃദയത്തിൽ നീ നിസാര എന്ന് കരുതിയാൽ, ഹൃദയത്തിൽ നീ മൂഢ എന്ന് കരുതിയാൽ, സ്തോത്രം, നീ ശിക്ഷാവിധിക്ക് എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ മുട്ടിന്മേൽ നിന്ന് കരയേണ്ടത്. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ രട്ടെടുക്കേണ്ടത്. ഇവിടെയാണ് നിലത്തിരിക്കേണ്ടത്. പഴയ നിയമഭക്തന്മാർ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പൂഴി വാരി എറിഞ്ഞും വസ്ത്രം വലിച്ചു കയറിയും ചാമ്പലിൽ കിടന്ന് ഉരുണ്ടും അവരെന്ത് ചെയ്തിരുന്നു? കരഞ്ഞിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും. ഹല്ലേലൂയ. അവർ ഭക്ഷണം വെടിഞ്ഞുകൊണ്ടിരുന്നതും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വായിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ മഹിമ കാണുമ്പോൾ നമ്മൾ എത്ര അധികം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴേണ്ടതായിട്ടുണ്ട്. എത്ര അധികം കർത്താവേ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ എന്നെ ഒന്ന് കഴുകണമേ, അവൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, ഹല്ലേലൂയ വചനത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഈ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ, ഗ്ലോറി ടു ഗോഡ്, കർത്താവ് ഹല്ലേലൂയ വെള്ളത്തിന്മേൽ നടന്നതുപോലെ ഈ ലോകത്തിൻ്റെ ഓപ്പോസിറ്റ് ഗ്രാവിറ്റിയിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മപകർച്ച ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചു. ഓപ്പോസിറ്റ് ഗ്രാവിറ്റിയിൽ കർത്താവ് എന്ത് ചെയ്തു? ലോകത്തെ ജയിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിങ്കിലേക്ക് എന്ത് ചെയ്യുവിൻ? നോക്കുവിൻ. നമുക്ക് കർത്താവിങ്കിലേക്ക് നോക്കാം. ഇതെങ്ങനെ സാധ്യമാകും? നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് നമുക്ക് സാധ്യമാവുകയില്ല. പിന്നെ ഇതെങ്ങനെ സാധ്യമാകും? ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെ സാധ്യമാകും. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഗ്ലോറി ടു ഗോഡ്. പാപത്തെക്കുറിച്ചിട്ടുള്ള പരിജ്ഞാനം ന്യായപ്രമാണത്തിലൂടെ എനിക്ക് ലഭിച്ചപ്പോൾ എന്നിലേക്ക് പകരപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിലോ പ്രമാണം കൊടുത്തു, മോശ മുഖാന്തരം പ്രമാണം കൊടുത്തു, അനുസരിക്കുവാനുള്ള കൃപയില്ല. എന്നാൽ പുതിയ നിയമത്തിലോ യേശു വന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു കാണിച്ചിട്ട് ഹല്ലേലൂയ തൻ്റെ പാദം പിന്തുടർന്നവർ, നിത്യജീവൻ്റെ മാർഗം ക്രിസ്തുവിലൂടെ കണ്ടെത്തിയവർ, ജീവൻ്റെ മാർഗം ക്രിസ്തുവിലൂടെ കണ്ടെത്തിയവർ, ആ പാദം പിൻഗമിക്കുന്നവർക്ക് കർത്താവിൻ്റെ കൃപയിൽ നിന്ന് കൃപ മേൽ കൃപ പകർന്ന് ഹല്ലേലൂയ ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ പ്രാപിപ്പാനും ന്യായപ്രമാണം അനുസരിച്ചാൽ ലഭിക്കുന്ന നിത്യജീവൻ, ഏകൻ്റെ അനുസരണമെന്ന ക്രിസ്തു അനുസരിച്ച അനുസരണം നിമിത്തം അവകാശം പ്രാപിച്ച നിത്യജീവൻ നമുക്കും വിശ്വാസത്താൽ അവകാശം പ്രാപിക്കുവാനും ദൈവം സൗജന്യമായി നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഈ കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്താൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുകയും തൻ്റെ ആത്മപകർച്ച ദൈവം നമുക്ക് നൽകുകയും കർത്താവ്
കർത്താവിൻ്റെ വരവിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുയേശുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം തേജസ്സിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ പ്രത്യാശ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യാശയുടെ സമൃദ്ധി മറ്റനേകരിലേക്ക് പകരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള പ്രയത്നഫലം വ്യർത്ഥമല്ല പ്രിയമുള്ളവരെ. കർത്താവിൽ ഈ പ്രയത്നിക്കുന്ന പ്രയത്നം കർത്താവിൻ്റെ വരവിൽ ഇത് വെളിപ്പെടും. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള പ്രയത്നഫലം വ്യർത്ഥമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്തുതി സ്തോത്രങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. എല്ലാ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും ഘനവും നമ്മുടെ കർത്താവിന്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.